ആമി എല്ലാ പണിയും തീർത്തു വെച്ച് പോയെന്ന് അവന് മനസ്സിലായി. ആമിയുടെ മുറി മുകളിലാണ്. ആദിക്ക് വയ്യാത്തതിൽ അവൻ താഴെയാണ് കിടന്നിരുന്നത്. പടി കയറാൻ അവന് ബുദ്ധിമുട്ടുണ്ട് ഉള്ളതിനാൽ പടിയുടെ താഴെ നിന്ന് ആമിയുടെ മുറിയിലേക്ക് നോക്കി. അടഞ്ഞു കിടക്കുന്ന വാതിൽ കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു നോവ് പടർന്നു. ഭക്ഷണം കഴിക്കാൻ അവന് തോന്നിയില്ല. സ്വന്തം മുറിയുടെ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ തന്നെ കണ്ട് ബെഡെല്ലാം വിരിച്ചു വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു ചിരിയോട് അവിടേക്ക് നടക്കുമ്പോഴാണ് ടേബിളിൽ അവന്റെ മരുന്നും വെള്ളവും എല്ലാം കണ്ടത്. ആദ്യം അതിനൊന്ന് എടുത്തു നോക്കാതെ കട്ടിയിൽ കയറി കിടന്നു. അന്ന് അവൻ വിശപ്പറിഞ്ഞില്ല. ആമിയുടെ ഈ മാറ്റത്തിന്റെ കാരണം അവൻ എത്ര ആലോചിച്ചും മനസ്സിലായില്ല. രാവിലെ വയക്ക് പറഞ്ഞല്ല കാരണമെന്ന് അവൻ ഉറപ്പായിരുന്നു. കാരണം അവർക്കിടയിൽ എത്രയോ വട്ടം തമ്മിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്. അതൊരു രാത്രി കടക്കാറില്ല. ആദ്യം കട്ടിൽ നേന്നിട്ട് ഉമ്മറത്തേക്ക് നടന്നു. ചാരുപടി നിന്ന് കണ്ണെത്താ ദൂരത്തേക്ക് നിന്നു. അവന്റെ ചുണ്ടിൽ സിഗരറ്റ് എരിഞ്ഞു. കയ്യിലുള്ള ഫോൺ എടുത്ത് ചാരുവിന്റെ നമ്പറിലേക്ക് വിളിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ രാത്രി വിളിച്ച് വെറുപ്പിക്കരുതെന്ത്. എന്ത് പോലും ഞാൻ സഹിക്കും. ഉറക്കം പോയ അമ്മച്ചി വേണം, ഞാൻ സഹിക്കില്ല. ചാരു ഫോൺ എടുത്ത് ഉടനെ വിളിച്ചു പറഞ്ഞു. ചാരു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ആദ്യം നിസ്സായതോടെ പറഞ്ഞു. എന്ത്? നിന്റെ സ്ഥിരം കാര്യം തന്നെയല്ലേ? എൻ്റെ പൊന്നു മോന്, നീ അത് വിട്ടേക്ക്. നമ്മളത് പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ? ചാരു ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നുകൊണ്ട് പറഞ്ഞു. അതല്ല, അതിപ്പോൾ എൻ്റെ മനസ്സിലില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഉറങ്ങാത്ത മുറിവ് പോലെ എന്നും ഉണ്ടാവും അത്. ഇപ്പോൾ അതിനല്ല വിളിച്ചത്. പിന്നെ ആദ്യം ഇന്നലെ നടന്നെല്ലാം പറഞ്ഞു. നിനക്ക് വട്ടാണോ ആദി? വെറുതെ ആ കൊച്ചിനെ വഴക്ക് പറയാൻ. അവൾക്ക് വേണ്ടാഞ്ഞിട്ടാവും. അത് നീ ഇങ്ങനെ പീഡിപ്പിച്ചാണോ കഴിപ്പിക്കേണ്ടേ? എടി അതല്ല, രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അവൾ അങ്ങനെയാണ്. ഏതു ലോകത്തെന്ന പോലെ രാവിലേക്ക് വായിക്ക് റെസ്റ്റ് കൊടുക്കാത്ത ബ്ലാ ബ്ലാ സംസാരിക്കും. ഇത് അതൊന്നുമല്ല. കൂടെ എന്തോ എന്നോടുള്ള ദേഷ്യം പോലെ. വിശപ്പില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ എന്നോട് മനഃപൂർവ്വം അടുക്കാതെ നിൽക്കുന്നത് പോലെയൊക്കെ ഒരു തോന്നല്. ഒന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. അവൾക്കിത് എന്തു പറ്റി? ചാരു സ്വയം ചോദിച്ചുകൊണ്ട് ചിന്തിച്ചു. അതറിയാനാണ് നിന്നെ വിളിച്ചത്. എന്തുണ്ടെങ്കിലും അവളത് നന്ദനോട് പറയും. നന്ദൻ നിന്നോട് വല്ലതും പറഞ്ഞിരുന്നു? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ആമിപ്പോ സന്തോഷത്തിലാണ്. അത് കണ്ടാ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഞാനൊന്ന് ചോദിച്ചു നോക്കിയാലോ? അതൊന്നും വേണ്ട, ചിലപ്പോ വേറെന്താവും. നീ കിടന്നോ? അത്രയും പറഞ്ഞ് ആദ്യം ഫോൺ കട്ട് ചെയ്തു. ഏറെ നേരം അവിടെ നിന്ന് ശേഷമാണ് ആദ്യം മുറിയിലേക്കും മടങ്ങിയത്. ആമി രാവിലെ തന്നെ അടുക്കളയിൽ കയറി തന്റെ പണിയെല്ലാം തീർത്ത് കോളേജിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവാൻ മുറിയിലേക്ക് പോയി. എന്നാൽ അതുവരെ ആദ്യയുടെ ഒരു അറിവുമില്ലായിരുന്നു. ആമി ബാഗും എടുത്ത് ഇറങ്ങി വന്നിട്ടും ആദ്യം കാണാതായപ്പോൾ അവൾ അവന്റെ മുറിയിലേക്ക് ചെന്ന് നോക്കി. ഇന്നലെ അവൾ എടുത്തു വെച്ച മരുന്ന് അതേപോലെ കിടക്കുന്നുണ്ട്. അത് കാണാൻ അവളുടെ കണ്ണൊന്ന് കുറുകി. മുറിയിൽ അവനെ കണ്ടില്ല. അവൾ ഉമ്മറത്തേക്ക് ഇറങ്ങി നോക്കി. അവിടെയും കാണാതെ വന്നപ്പോൾ അവളുടെ ഉള്ളൊന്ന് കാളി. മുറ്റത്തെ കൂടി ഇറങ്ങുമ്പോഴാണ് ആബിയുടെ വീട്ടിൽ നിന്ന് എന്തോ ഫയൽ വാങ്ങിക്കൊണ്ട് നടന്നു വരുന്ന ആദിയെ കണ്ടത്. ആശ്വാസത്തോടെ അവൾ കണ്ണുകൾ ചിമ്മിക്കൊണ്ട് ശ്വാസം വിട്ടു. എന്നാൽ ആദ്യം പടി കയറുമ്പോൾ അവൾ എന്നൊരു വ്യക്തി അവിടെ ഇല്ലാത്ത പോലെ കയറിപ്പോയി. ആമി അവന്റെ പോക്ക് നോക്കി നിന്നു. ഡൈനിങ് ടേബിളിൽ വിളമ്പി വെച്ച് ആമി ആദിയുടെ മുറിയിലേക്ക് നോക്കി. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിത്രങ്ങൾ നിറഞ്ഞു. അവന്റെ മുറിയിലേക്കൊന്ന് നോക്കി അവൾ ബാഗ് എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. ആദ്യം അവൾ പോകുന്നത് നോക്കി നിന്നു. വൈകുന്നേരം വന്നിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നവനും മനസ്സിൽ കരുതി. അന്നത്തെ ദിവസം ആമി വളരെ മൂകമായിരുന്നു. ആദിക്കും അതേ അവസ്ഥ തന്നെ. മരുന്ന് കഴിക്കാതെ കൊണ്ട് അവന് വയറിൽ നല്ല വേദന അനുഭവപ്പെട്ടിരുന്നു. വേദന കൂടുന്നെന്ന് കണ്ടതും ഒരു പെയിൻ കില്ലർ എടുത്ത് കഴിച്ചു. അതിന്റെ ക്ഷീണത്തിൽ ആദ്യം ഉറങ്ങിപ്പോയി. വൈകുന്നേരം ആമി ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ മുറ്റത്തൊരു കാറ് കണ്ടു. സംശയത്തോടെ അവൾ ഉമ്മറത്തേക്ക് കയറിയപ്പോൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നന്ദനെ കണ്ടു. നന്ദ? ഏറെ സന്തോഷത്തോടെ ആമി വിളിച്ചു. ആ, നീ വന്നോ? ഫോൺ പോക്കറ്റിലിട്ട് നന്ദനെ എഴുന്നേറ്റപ്പോൾ ആമി അവനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. എന്താടി, നീ ഓക്കെ അല്ലേ? നന്ദൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ആണല്ലോ. അല്ല, നന്ദൻ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഒരുപാട് നേരം വന്നിട്ട്. ആദ്യമായിട്ടുണ്ടല്ലോ അകത്ത്, വിളിച്ചില്ലേ? ആമി അവനിൽ നിന്ന് അകന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ ഒരുപാട് വിളിച്ചു, ആരെയും കണ്ടില്ല, അതാ ഇവിടെ ഇരുന്നത്. നന്ദൻ പറഞ്ഞു കേട്ട് ആമി നെറ്റി ചൊളിച്ചു. ആദ്യമായിട്ടുണ്ടല്ലോ, ഞാൻ നോക്കട്ടെ. ആമി അത് പറഞ്ഞ് വാതിലിന് മുട്ടി നോക്കി. എന്നാൽ അകത്തുനിന്ന് ഒരു അനക്കവും ഇല്ല. അവളുടെ ഹൃദയം കൂടി പേറി. ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് വിളിച്ചു. ആദ്യം ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവൾക്ക് പേടിയും സങ്കടവും തോന്നി. എന്താടി, കിട്ടുന്നില്ലേ? നന്ദൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. എടുക്കുന്നില്ല, ആമി പരിഭ്രമത്തോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും വിളിച്ചു. പെട്ടെന്നാണ് ഉമ്മറത്തെ വാതിൽ തുറന്നത്. രണ്ടുപേരും അവിടേക്ക് നോക്കി. ആദിയുടെ മുടി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. മുണ്ട് ശരിയാക്കിയെടുത്ത് വയറിൽ കൈവച്ചുകൊണ്ട് അവൻ ഉമ്മറത്തേക്ക് വന്നു. ആ, നന്ദൻ എപ്പോ എത്തി? നന്ദനെ കണ്ടപ്പോൾ ആയി ചോദിച്ചു. അലസമായി കിടന്ന മുടി ഒരു കൈ കൊണ്ട് ഒതുക്കി. മറു കൈ അപ്പോഴും മുറിവിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കുറെ നേരമായി വന്നിട്ട്, വിളിച്ചിട്ട് കേട്ടില്ല, അപ്പോൾ ഇവിടെ ഇരിക്കായിരുന്നു. ചെറുചിരിയോടെ നന്ദൻ പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല, വല്ലാതെ ക്ഷീണം, അതുകൊണ്ടൊന്ന് കിടക്കാന്ന് കരുതി. പക്ഷെ കിടന്നത് ഓർമ്മയുള്ളൂ. ആദ്യം അത് പറഞ്ഞുകൊണ്ട് ചാരിപ്പടിയിലേക്ക് ഇരിക്കാൻ തുനിഞ്ഞപ്പോൾ വയറിൽ നിന്ന് വേദന വന്നു. അവൻ മുഖം ചുളിച്ചുകൊണ്ടിരുന്നു. എന്തുപറ്റി? വേദന ഉണ്ടോ? ഹോസ്പിറ്റലിൽ പോകണോ?
നന്ദൻ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഇന്ന് രാവിലെ തുടങ്ങിയതാ. ഒരു പെയിൻ കില്ലർ കഴിച്ചു, അതിന്റെ മയക്കായിരുന്നു. ഉറക്കം കഴിഞ്ഞപ്പോൾ അതിന്റെ എഫക്റ്റ് പോയി. എന്തോ വേദന വരുന്നുണ്ട്. ആദ്യം ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞെങ്കിലും അവനുള്ള വേദന ആ മുഖത്ത് കാണാമായിരുന്നു. നന്ദൻ ഇരിക്ക്, ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ആദ്യം ചോദിച്ചു. ഒന്നിവിടെ കണ്ടിട്ട് പോവാന്ന് കരുതി, അത്രയേ ഉള്ളൂ. നന്ദൻ പറഞ്ഞു കേട്ട് ആദ്യം ഒന്ന് ചിരിച്ചു. ഇതുവരെ തന്നെ നേരെ ഒരു നോട്ടം പോലും വന്നില്ല എന്നത് ആമിയെ വേദനയിൽ ആഴ്ത്തി. എന്നാൽ നിങ്ങൾ സംസാരിക്കും, ഞാൻ ഒന്ന് ഫ്രഷായി വരാം. ആദ്യം അത് പറഞ്ഞ് പതിയെ എഴുന്നേറ്റു. ആമിയെ മറികടന്ന് പോകുമ്പോഴും അവന്റെ കണ്ണുകൾ അവളെ നോക്കിയില്ല. അവളുടെ മുഖം താഴ്ന്നു. നന്ദൻ ഇതെല്ലാം നോക്കി കണ്ടു. എന്തെങ്കിലും വിശേഷമുണ്ടോ നന്ദ? ആദ്യം പോയത് ആമി നന്ദനോട് ചോദിച്ചു. ഇല്ല, ഞാൻ വെറുതെ വന്നതാണ്. നീ എനിക്കൊരു ചായ ഇട്ടേ. അത്ര ദൂരം ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ട് നല്ല തലവേദന. നന്ദൻ പറഞ്ഞു കേട്ട് ആമി തലയാട്ടി. ഞാനിപ്പോൾ എടുക്കാം, നന്ദൻ ഇരിക്കെ. വേണ്ട, ഞാനും വരാം. ആമി പറഞ്ഞതിന് മറുപടിയായി പറഞ്ഞിട്ട് രണ്ടുപേരും അകത്തേക്ക് നടന്നു. ആരുടെ നന്ദ കാറ്? ആമി പോകുന്ന വഴി ചോദിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ് മറുപടി അവൻ പറഞ്ഞു. നിന്റെ ഏച്ചു എന്ത് പറയുന്നു, സുഖല്ലേ? ആമി കുസൃതിയോട് ചോദിച്ച് നന്ദൻ ഒറ്റവാക്കിൽ ഉത്തരവൊതുക്കി. ആമി, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്നാണ് ഇതുവരെ ഞാൻ വിചാരിച്ചത്. ചാടുന്ന ആമി നോക്കി നന്ദൻ പറഞ്ഞു. എന്താ നന്ദ ഈ പറയുന്നേ? നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയല്ലേ? അതിനിപ്പോൾ എന്താ മാറ്റം? ആമി സംശയത്തോടെ അവനെ നോക്കി. ഇന്നലെ ഇച്ചി വിളിച്ചിരുന്നു. നിനക്കെന്തോ പറ്റിയിട്ടുണ്ടെന്ന് ആദ്യം പറഞ്ഞു. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം പറയുന്നത് എന്നോടല്ലേ? അതുകൊണ്ടാണ് അവൾ ചോദിച്ചത്. എന്താ പ്രശ്നമെന്ന് ചോദിക്കാൻ വന്നതായിരുന്നു. വിളിച്ചു ചോദിച്ചാൽ നീ എന്തെങ്കിലും മറച്ചു പിടിച്ചാലോ എന്ന് കരുതിയാണ് നേരിട്ട് ഇത്ര ദൂരം വന്നത്. ഇവിടെ വന്നപ്പോൾ രണ്ടുപേരുടെയും കളി കണ്ടപ്പോൾ മനസ്സിലായി എന്തോ ഉണ്ടെന്ന്. നന്ദന്റെ മോള് പറ, എന്താ നിന്റെ നന്ദൻ അവളുടെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. വാഷ്റൂമിൽ നിന്ന് ഫ്രഷായി വന്ന ആദി ഉമ്മറത്തേക്ക് നടന്നപ്പോൾ ആരെയും കണ്ടില്ല. അടുക്കയിൽ എന്തോ ശബ്ദം കേട്ടപ്പോൾ ഉറപ്പിച്ചു അവിടെ ഉണ്ടെന്ന്. ആദ്യം അവിടേക്ക് നടന്നു. നന്ദന്റെ മോള് പറ, എന്താ നിന്റെ പ്രശ്നം? വാതിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് നന്ദന്റെ ചോദ്യം. ഒളിഞ്ഞെന്ന് കേൾക്കുന്നത് നല്ല ശീലല്ല എന്ന് അറിയാമെങ്കിലും ആദ്യം അതിന് ചെവിയോർത്തു. മെനിഞ്ഞാന്ന് രാത്രി ഞാൻ ഒരു സാധനം കണ്ടു. അതിനുശേഷം വല്ലാത്തൊരവസ്ഥയാണ് നന്ദ. ആമി പറഞ്ഞു കേട്ട് നന്ദനും ആദ്യം സംശയത്തോടെ നിന്നു. ആമി ആദ്യയുടെ ഫോണിൽ കണ്ട ഫോട്ടോയെക്കുറിച്ച് നന്ദനോട് പറഞ്ഞു. എന്നാൽ അത് കേട്ട് ആദ്യമാണ് ഞെട്ടിയത്. പ്രിയേച്ചി ഇപ്പോഴും ഇഷ്ടമുണ്ടല്ലേ? ആദ്യമായിട്ടാണ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചത്. ലവ് എന്നൊക്കെ കൊടുക്കണമെങ്കിൽ ഇപ്പോഴും മറക്കാത്തോണ്ടല്ലേ? ഇഷ്ടമുണ്ടല്ലേ? ആമി പറഞ്ഞ നന്ദന്റെ കയ്യിൽ മറുപടി ഇല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടിനെ കുറ്റം പറയില്ല. എപ്പോഴും മറക്കാൻ കഴിയുന്നുണ്ടാവില്ല. അത്രയ്ക്ക് സ്നേഹിച്ച് കാണില്ല നന്ദ. അവളുടെ ശബ്ദം ഇടറിയിരുന്നു. ആദ്യയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഞാനല്ലേ ശരിക്കും മണ്ടി. കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യമായിട്ട് പറഞ്ഞതാ സ്നേഹിക്കാൻ പറ്റില്ല. 1 വർഷം മാത്രമേ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കുമെന്ന്. എന്നിട്ടും സ്നേഹിച്ച ഞാനല്ലേ, മോഹിച്ചത് ഞാനല്ലേ? അപ്പോൾ ഞാനല്ലേ തെറ്റ് ചെയ്തത്? ആദ്യമായിട്ടുള്ള ദേഷ്യം കൊണ്ടല്ല ഞാൻ മിണ്ടാ നിന്നത്. ഇനി അടുത്ത ചിലപ്പോൾ എനിക്കകലാൻ കഴിഞ്ഞെന്ന് വരില്ല. ആമി മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. ആദ്യ ഹൃദയത്തിൽ ഒരു പാറക്കല്ല് എടുത്തു വെച്ചതുപോലെ തോന്നിയവന് കണ്ണുകൾ നിറഞ്ഞിരുന്നു. എനിക്ക് പ്രിയച്ചൻ അത്ര ഭംഗിയില്ലല്ലോ. ചിലപ്പോ അതാവില്ല നന്ദ എന്നെ സ്നേഹിക്കാത്ത. കരച്ചിലിന്റെ ഇടയിലൂടെ ആമിയുടെ ആ സംസാരം കേട്ടപ്പോൾ ആദിക്ക് ദേഷ്യം വന്നിരുന്നു. പക്ഷെ നന്ദൻ അവിടെയുള്ള സ്ഥിതിക്ക് അവൻ തന്നെ നിയന്ത്രിച്ചു. മുറിയിലേക്ക് കയറി ലാപ്പ് എടുത്ത് തുറന്നു. അതിൽ ആ ഫോൾഡർ കണ്ടപ്പോൾ അവന് സ്വയം ദേഷ്യം തോന്നി. അന്നത് ഡിലീറ്റ് ആക്കാൻ തുനിഞ്ഞപ്പോൾ ആമി വന്നതും അവൾ കാണാതിരിക്കാൻ വേണ്ടി അപ്പോൾ തന്നെ അത് ബാക്ക് അടിച്ചതും ആദ്യയുടെ മനസ്സിലേക്ക് വന്നു. പിന്നീട് ചെയ്യാന്ന് വിചാരിച്ചെങ്കിലും അതും മറന്നുപോയി. എന്നോർത്തപ്പോൾ അവന് സ്വയം തലക്കടിച്ചു. മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു. ആമിയുടെ മനസ്സ് എത്രത്തോളം വേദനിച്ചെന്ന് അവൻ വേദനയോട് ഓർത്തു. അപ്പോഴും അവിടെ ഉള്ളിൽ തന്നോട് ഇഷ്ടമുണ്ടായിരുന്നെന്ന് അറിഞ്ഞതിൽ അവൻ സന്തോഷത്തിലുമാണ്. ആദ്യം ആ ഫോട്ടോസ് എല്ലാം അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്തോ ഒരു ആശ്വാസം പോലെ തോന്നി അവന്. ഇന്ന് തന്നെ ആമയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നവൻ ഉറപ്പിച്ചു. ആദ്യം തിരികെ പോയി നന്ദനോട് സംസാരിച്ചു. എന്നാൽ ഇതൊക്കെ അവൻ കേട്ടത് ആരെയും അറിയിച്ചില്ല. സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് നന്ദൻ തിരിച്ചത്. അന്ന് അവിടെ തങ്ങെന്ന് പറഞ്ഞെങ്കിലും അവനത് വേണ്ടെന്ന് പറഞ്ഞു. ഇറങ്ങാൻ നേരം നന്ദൻ ആമിയുടെ കൈ പിടിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ആദ്യയോട് ആദ്യം ഒന്ന് സംസാരിക്കുക. ഒന്ന് മുൻകൂട്ടി കണ്ട് വിധി എഴുതരുത്. നന്ദൻ അത്രമാത്രം പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ഒരു മുത്തം നൽകി കാറിലേക്ക് കയറി. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആമി തന്റെ പണിയെല്ലാം കഴിഞ്ഞ് അടുക്കയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നു. എനിക്കുറിച്ച് സംസാരിക്കാനുണ്ട്, നമുക്കൊന്ന് നടന്നാലോ? യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ആദ്യം ചോദിച്ചു കേട്ട് ആമി ഒന്നും മിണ്ടിയില്ല. വാ, അത്ര പറഞ്ഞുകൊണ്ട് ആദ്യം മുന്നിൽ നടന്നു. നന്ദൻ പറഞ്ഞതുപോലെ എല്ലാം മാതിയോട് പറയാമെന്ന് തോന്നിയത് കൊണ്ട് ആമി അവന്റെ പുറകിലായി നടന്നു. ആമിയും മാതിയും നിലാവിന്റെ വെളിച്ചത്തിൽ ഒരുമിച്ച് നടന്നു. ആദ്യമെല്ലാം ഓരോ ആളുകളെ കണ്ട് അവരോട് വിശേഷങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ നിന്നു. അല്പം മുന്നോട്ട് നടന്നപ്പോൾ വിജനമായ ഒരു വഴിയാണ്. ആമി, നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നലെ മുതൽ നിന്നെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
പക്ഷേ അത് ഇതാണെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ആദ്യം പറഞ്ഞു കേട്ട് ആമി അവനെ സംശയത്തോടെ നോക്കി. ഞാനെങ്ങനെ അറിഞ്ഞെന്നായിരിക്കും ഈ നോട്ടത്തിന്റെ അർത്ഥം? നന്ദൻ എന്ന് വന്നപ്പോൾ ഞാൻ ഊഹിച്ചു ചാരു പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. അല്ലെങ്കിൽ അങ്ങനെയാണവൾ. ഞാൻ അസ്വസ്ഥനാണെങ്കിൽ ഏത് വഴിയെങ്കിലും അവളത് മാറ്റിത്തരും. ആദ്യയുടെ സംസാരത്തിൽ അവളോടുള്ള മതിപ്പ് നിറഞ്ഞു നിന്നിരുന്നു. ആമി എല്ലാം കേട്ടു നിന്നു. നന്ദനും നീയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ആമി ഒരു നടുക്കത്തോടെ അവനെ നോക്കി. ഹോളിൽ നിന്ന് കേട്ടോന്നല്ല, കിച്ചണിലേക്ക് വരുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചാണെന്ന് മനസ്സിലായി. ഞാൻ ചോദിച്ചാൽ നീ എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞു മാറും. നന്ദനോട് സത്യം മാത്രമേ പറയുമെന്നറിയാം, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചതാണ്. ആമിയുടെ തല താഴ്ന്നു. പ്രിയയെക്കുറിച്ച് ഞാൻ ഇതുവരെ നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അതിനൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നതാണ് സത്യം. പക്ഷേ ഇപ്പോൾ നിന്നോട് പറയണമെന്ന് തോന്നി. അല്ലെങ്കിൽ ശരിയാവില്ല. എൻ്റെ മനസ്സിലെ ഒരു അടഞ്ഞ അധ്യായമാണ്. ഇനി ഒരിക്കലും തുറക്കാൻ ഞാൻ ആഗ്രഹിക്കാത്ത, മനസ്സിനെ അത്രമേൽ വ്രണപ്പെടുത്തിയ അധ്യായം. ആദ്യം പറഞ്ഞു കേട്ട് ആമിയുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ആശ്വാസമായി. നിറക്കണ്ണുകളോട് അവൾ അവനെ നോക്കി. ഞാൻ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോയി വരുന്ന സമയം ഒരു ദിവസം എൻ്റെ ബൈക്ക് ചെറിയൊരു പണി തന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ച് വരാൻ പറഞ്ഞു നിൽക്കുമ്പോൾ പൊരിഞ്ഞ വെയിലായതുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു ബസ് സ്റ്റോപ്പിലേക്ക് കയറിയിരുന്നു. കോളേജ് വിട്ട സമയമായതുകൊണ്ട് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ചെവിക്ക് സമാധാനം തരാതെ വെറുതെ ചിലച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികളുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അതിലാരോടും മിണ്ടാതെ ചോദിക്കുന്നതെന്ന് ഒരു ചിരിയാലൊരു വാക്കിലോ മറുപടി ഒതുക്കുന്ന ഒരു പാവം പെൺകുട്ടിയെ കണ്ണിലുടക്കി. പൊതുവെ ആവശ്യമില്ലാതെ സംസാരിക്കുന്നവരെ എനിക്കിഷ്ടമല്ലായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരാളെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു പോയി. അന്ന് ഒരു ആ കോളേജിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ അവിടെയുള്ള ആരെയും ഞാൻ നോക്കാറില്ല. പക്ഷെ പിന്നീട് എൻ്റെ കണ്ണ് അവൾക്കായി തിരഞ്ഞു. എല്ലാവരും എൻ്റെ ഇഷ്ടം അവൾ അറിയിക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ ചെയ്തില്ല. പ്രണയിച്ച് നടക്കുന്നതിനോട് അന്ന് എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് സത്യം. ഒരു ജോലിയായി വീട്ടിൽ ചോദിക്കാമെന്ന് കരുതി ട്രെയിനിങ് പോകുന്നത് വരെ സ്ഥിരമായി അവളെ കാണാൻ പോയിരുന്നു. ഒന്നും അവൾ അറിഞ്ഞില്ലെന്ന് മാത്രം. അന്നെല്ലാം എൻ്റെ ഫോണിൽ ഞാൻ പകർത്തിയ ചിത്രങ്ങളാണ് നീ കണ്ടത്. ജോലി കിട്ടി അവളുടെ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് സമ്മതിച്ചു. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുമിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെ ഞാൻ അവളെ സ്നേഹിച്ചു. ആദ്യം ഇതെല്ലാം പറയുമ്പോഴും ആമി വളരെ അസ്വസ്ഥമായിരുന്നു. പക്ഷെ അന്ന് ആ പന്തലിൽ വെച്ച് അവളെ കാണുന്നില്ലെന്നറിഞ്ഞപ്പോൾ, അവൾ എഴുതി വെച്ച കത്ത് വായിച്ചപ്പോൾ നെഞ്ചു പൊട്ടിപ്പോയി. ഞാൻ നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങളെല്ലാം ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീണു. എൻ്റെ 4 കൊല്ലത്തെ പ്രണയം അവളെ അറിയിക്കാൻ ഞാൻ കാത്തിരുന്നത്. 4 കൊല്ലം ഞാൻ അടക്കി വെച്ചെൻ്റെ സ്നേഹം അവൾക്ക് നൽകാൻ കാത്തിരുന്ന ഞാനൊരു കോമാളിയായി ആ പന്തലിൽ നിൽക്കേണ്ടി വന്നു. ഒരു പെണ്ണ് കല്യാണത്തിനെന്ന് ഒളിച്ചോടിപ്പോയാൽ ആ വീട്ടുകാരെ എങ്ങനെ സഹിക്കുമെന്നാവും കേൾക്കുന്നവരെല്ലാം പറയുന്നത്. പക്ഷെ ആരും ആ കല്യാണ പയ്യനെ പറ്റി ചിന്തിക്കില്ല. അവൻ എത്രമാത്രം നാണം കെട്ടിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ അമ്മയുടെ വാശിക്ക് ഇതുവരെ നേരിൽ പോലും കാണാത്തൊരു പെണ്ണിനെ വിവാഹം ചെയ്തു. സഹിക്കാൻ പറ്റില്ല ആമി. ആദിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. ആമി അവൻ്റെ കൈ പിടിച്ചു. അടുത്തുണ്ടായിരുന്ന ഒരു ഇടിപ്പിടത്തിൽ ആദി ഇരുന്നു. ആമി അവൻ്റെ അടുത്തായിരുന്നു. പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ പ്രിയ, അന്ന് മുതൽ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരുത്തിൻ്റെ താലി കഴുത്തിലണിഞ്ഞ പെണ്ണിനെ മോഹിക്കാൻ പിന്നെ എനിക്കെന്ത് അവകാശമുള്ളത്? എൻ്റെ താലി അണിഞ്ഞ ഒരു പെണ്ണ് എൻ്റെ കൂടെയും മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ സമയം വേണ്ടി വന്നു. പക്ഷെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ അവളുടെ മുഖമില്ലാമി. സത്യമാണ് ഞാനീ പറയുന്നത്. നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിലേക്ക് ഉപേക്ഷിപ്പോയുടെ കൂടെ ഞാൻ അവളെയും കുറിച്ചിട്ടു. ഓർമ്മകൾ എന്നും വേദന മാത്രമേ തരികയുള്ളൂ. പക്ഷെ അതിനൊക്കെ കൂടുതൽ ഞാൻ ഇന്ന് സന്തോഷിക്കുന്നുണ്ട്. എനിക്കത് മതി. ആദ്യം നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി തങ്ങി നിന്നിരുന്നു. ആദ്യം ആമയുടെ 2 കൈയും പിടിച്ച് മുഖയുയർത്തി അവളുടെ കണ്ണിലേക്ക് നോക്കി. നിനക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല. ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങാതെ ലാപ്പിൽ കളിച്ചിരുന്നത് ഓർമ്മയുണ്ടോ? നീ ഉറങ്ങാൻ എന്നെ ശേഖരിച്ചത്. ആദ്യം പറഞ്ഞു കേട്ട് ആമി ആലോചിച്ചു. പിന്നീട് ഇല്ല എന്ന് തലയാട്ടി. അത് കണ്ട് ആദ്യം ചെറുതായി ഒന്ന് ചിരിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ അന്ന് നാട്ടിൽ പോകുന്നതിൻ്റെ തലേന്നാണ്. രാത്രി ഉറക്കം വരാതെ ലാപ്പ് എടുത്ത് നോക്കുമ്പോഴാണ് ആ ഫോൾഡർ ഞാൻ കണ്ടത്. അന്ന് അത് അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാൻ തുനിഞ്ഞതാണ്. അപ്പോഴാണ് നീ വന്നത്. അത് നീ കണ്ട സങ്കടം എന്നുള്ളതുകൊണ്ട് ഞാൻ നിന്നെ കാണാതെ മറച്ചു വെച്ചു. പിന്നെ നമ്മൾ നാട്ടിൽ പോയി വന്നപ്പോൾ കേസിൻ്റെ കാര്യത്തിലായി വട്ടം കറങ്ങി. ഈ സാധനം എൻ്റെ മൈൻഡിൽ നിന്നേ പോയിരുന്നതാണ് സത്യം. എല്ലാം നിന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടോ പ്രിയ എപ്പോഴും സ്നേഹിക്കുന്നത് കൊണ്ടോ അല്ല. നീ എന്നെ ഒന്ന് വിശ്വസിക്കും. ആദ്യം അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞതും ആമി അവൻ്റെ കയ്യിൽ നിന്ന് ഒരു കൈയെടുത്ത് അവൻ്റെ കവിളിൽ ചേർത്ത് വെച്ചു. ഇത് കേട്ടാൽ മതി, എനിക്ക് വേറൊന്നും വേണ്ട. അപ്പോൾ അത് കണ്ടപ്പോൾ സത്യമായിട്ട് സങ്കടമായി. ഇനി അടുത്ത ശരിയാവില്ലെന്ന് തോന്നി. കൂടാതെ ക്രിസ്ത്യൻ്റെ മുന്നിൽ വെച്ച് വഴക്ക് പറഞ്ഞ് അതിൻ്റെ ദേഷ്യമൊക്കെ കൂടെ ആയതുകൊണ്ട് ആദ്യട്ടെന്നെ വഴക്ക് പറഞ്ഞു. പക്ഷെ അത് വേറെ മുന്നിൽ വെച്ച് വേണ്ട.
ആമി അവന്റെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ആദ്യം അതിന് ചെറുതായി പുഞ്ചിരിച്ചു. അവന്റെ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു. പെട്ടെന്ന് അവരുടെ മുമ്പിൽ ഒരു ജീപ്പ് വന്നത്.